ഒരിക്കൽ ബുദ്ധനും ശിഷ്യന്മാരും സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഒരു യാചകനെ കാണാൻ ഇടയായി. അദ്ദേഹം കീറിയ വസ്ത്രങ്ങളോടും എല്ലുമ്പിയ ശരീരത്തോടും കൂടി ഭിക്ഷ യാചിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ബുദ്ധൻ തൻ്റെ ഒരു ശിഷ്യനോട് ആ യാചകനെ സഹായിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ ശിഷ്യൻ ആത്മാർത്ഥമായി ആ യാചകനെ ഉപദേശിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ യാചകനോ അതൊന്നും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരുന്നു. ശിഷ്യൻ തിരികെ വന്ന് ബുദ്ധൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ എന്നാലാകും വിധം അദ്ദേഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചു, പക്ഷേ അദ്ദേഹം അതൊന്നും ചെവികൊള്ളുന്നില്ല. ഇനി ഞാൻ എന്തു ചെയ്യണം? ഉടനെ ബുദ്ധൻ ശിഷ്യനോട് യാചകന് ആവശ്യമായ ഭക്ഷണം നൽകാൻ പറഞ്ഞു. ശിഷ്യൻ അതുപോലെ ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്ന് ബുദ്ധനോട് ചോദിച്ചു, എന്താണ് അങ്ങ് യാചകനെ ഉപദേശിക്കാത്തത്? അതിന് മറുപടിയായി ശ്രീബുദ്ധൻ ഇപ്രകാരം പറഞ്ഞു, അയാൾക്ക് ഇപ്പോൾ വേണ്ടത് ഉപദേശമല്ല, മറിച്ച് ഭക്ഷണമാണ്. ഉപദേശം നമുക്ക് പിന്നീട് കൊടുക്കാം. സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളത് ഉപദേശം മാത്രമല്ല, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടിയാണ് എന്ന് ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരെ ഈ കഥയിലൂടെ പഠിപ്പിക്കുന്നു.